ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് BSNL ഒരു പുതിയ API ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BSNLൻ്റെ സിം 1-ലാണോ 2-ലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റേത് ഇവിടെ സിം 1-ലാണ്, നിങ്ങളുടെ അപ്പോൾ 2-ലായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ 1 സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BSNLൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു API ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ചിലർ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ API എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട നെയിമാണ്. നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ API എന്നുണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ API ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം 4G എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL എന്ന് ടൈപ്പ് ചെയ്ത ശേഷം .24 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ഉണ്ടാവും. പാസ്വേഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL നെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ www.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ API പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IP4 ആൻഡ് IP6 എന്നുള്ള ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചിലർ ഫോണിൽ IP4 അല്ലെങ്കിൽ IP6 ഡിഫോൾട്ടായിട്ട് കിടക്കുക. അപ്പോൾ അത് മാറ്റിയിട്ട് IP4ഉം IP6 എന്നുള്ള ഈ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ API റോമിംഗ് പ്രോട്ടോക്കോളും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IP4ഉം IP6 എന്നുള്ള ഈ ലാസ്റ്റ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്കും ടിക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ LTE എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ GPRS എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള BSNL നെറ്റ് 4G എന്ന് പറഞ്ഞിട്ടുള്ള API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആയിക്കോളും, അല്ലെങ്കിൽ എനേബിൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഗെയിം കളിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം APIൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയ ശേഷം അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗെയിം APIനൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.